നോക്കൂ, സുതാര്യത വേണമല്ലോ. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുതാര്യമായും സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട ആദ്യത്തെ ഭരണഘടനാ സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ശരിയായ രീതിയിൽ പുലരൂ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അർദ്ധരാത്രിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്, നിയമിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രഖ്യാപനം നടന്നത്? നമുക്കറിയുന്നത് പോലെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, ഇവരുടെ ഒരു സമിതിയാണ് ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുന്നത്. ആ സമിതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു ഡിസൻ നോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഡിസൻ നോട്ട് ആരംഭിക്കുന്നത് തന്നെ 1949 ജൂൺ മാസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ രാജ്യത്ത് നിയമിക്കണമെന്നത് സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാതാക്കൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അംബേദ്കർ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ എക്സ് വഴി പുറത്തുവിട്ടിരിക്കുന്ന ഡിസൻ നോട്ട് ആരംഭിക്കുന്നത്. അതിനകത്ത് എന്താണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്? 49 ജൂണിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച ചർച്ചയിൽ ഒരു കാരണവശാലും എക്സിക്യൂട്ടീവ് കമ്മീഷനിൽ ഇടപെടരുത് എന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ആ കോട്ടോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഡിസൻ നോട്ട് ആരംഭിച്ചിരിക്കുന്നത്.